അപ്പോൾ പ്രിയപ്പെട്ടവരെ, മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പലയിടത്തും അവധിയാണ്. പത്തനംതിട്ടയിലും പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയൊക്കെ കനത്ത മഴയായിരുന്നോ പത്തനംതിട്ടയിൽ? ഇന്നിപ്പോൾ എന്താ കാലാവസ്ഥ ഏറ്റവും ഒടുവിൽ? ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ടയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വലിയ മഴയാണ് പെയ്തത്. അത് ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ രാത്രിയും തുടർന്നു. പക്ഷേ രാത്രി 12 മണിക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മഴയുടെ ശക്തി കുറവാണ്. എങ്കിലും നേരിയ തോതിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ചൻകോവിൽ നദിയാണ്. അച്ചൻകോവിൽ നദിയിൽ അപകടകരം വിധം ജലനിരപ്പൊന്നും ഉയർന്നിട്ടില്ല. നേരത്തെ അർജുൻ മട്ടന്നൂർ സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല മേഖലയിൽ വനമേഖലയിൽ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തുന്നതിന് 5-6 മണിക്കൂറൊക്കെ പിടിക്കും. പമ്പാനദിയിൽ ഈ ശബരിമല മേഖലയിൽ ആ ഭാഗത്ത് ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ കോഴഞ്ചേരി, ഒപ്പം തന്നെ റാന്നി, ആറന്മുള തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകിയെത്തുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും നദിയിൽ ഒരു കാരണവശാലും ആളുകളും ഒപ്പം തന്നെ തീർത്ഥാടകരും കുളിക്കാൻ ഇറങ്ങരുതെന്നും ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി മലയോര മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എങ്കിലും ഈ നിമിഷത്തിൽ മഴയുടെ തീവ്രത ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കർശന ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ പത്തനംതിട്ടയിലെ ഡാമുകളെ സംബന്ധിച്ച് വലിയ പ്രശ്നമില്ല. മണിയാർ ബാരേജിൽ അപകടകരമിതം ജലനിരപ്പൊന്നും ഉയർന്നിട്ടില്ല. മറ്റ് ഡാമുകളിലും ജലനിരപ്പ് പരിമിതമായിട്ടുള്ള അളവിൽ തന്നെയാണ്. പക്ഷേ മഴ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ പമ്പയിലും ഒപ്പം തന്നെ അച്ചൻകോവിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഈ മണിക്കൂറിൽ വലിയ പ്രശ്നങ്ങളില്ല. നദികളിൽ ജലനിരപ്പ് സാധാരണ പോലെ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമനാണ് ചേർന്നത്. പത്തനംതിട്ടയിലെ മഴയുടെ വിവരം പങ്കുവെക്കുകയായിരുന്നു. അവിടെ അച്ചൻകോവിൽ ആറടക്കം അപകടകരമായ നിലയിലേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്തെ ഭാഗത്തൊക്കെ മഴ പെയ്യുകയാണെങ്കിലാണ് ഈ അച്ചൻകോവിൽ ആറൊക്കെ കുറച്ച് ജലനിരപ്പ് ഉയരുക.